ഇന്ന് ജനുവരി 7. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. നുണക്കോട്ട പൊളിഞ്ഞു. കോടതി പരാമർശം മുക്കി മാധ്യമങ്ങൾ. ഞങ്ങൾക്ക് കേരളീയരെ ആവശ്യമില്ല. വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി DK ശിവകുമാർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് തുടക്കം. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം തുടങ്ങി. VK ഇബ്രാഹിം കുഞ്ഞിന് ഔദ്യോഗിക ബഹുമതികളോടെ വിട. പുനർജനി ഫണ്ട് പിരിക്കാൻ VD സതീശൻ UK പോയത് കൃത്യമായ പ്ലാനോടെയെന്ന് വിജിലൻസ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ശാസ്ത്രീയവും നിഷ്കർഷവുമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയത് മുഖ്യ മാധ്യമങ്ങൾ. SITക്കും സർക്കാരിനും CPMനുമെതിരെ കള്ളക്കഥകൾ മെനഞ്ഞ മാധ്യമങ്ങൾക്ക് ഉഗ്ര പ്രഹാരമാണ് ഹൈക്കോടതിയിൽ നിന്നേറ്റത്. ഇതോടെ കോടതി പരാമർശങ്ങൾക്ക് മുഖ്യ SIT കൈമാറിയ അന്വേഷണ റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ അടർത്തിയെടുത്ത് വീണ്ടും പുതിയ കഥകൾ ചമയ്ക്കുകയാണ് മാധ്യമങ്ങൾ. ശബരിമലയോ ഭക്തരോടുള്ള താല്പര്യവുമല്ല, രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് ശബരിമല വിഷയത്തിൽ മാധ്യമങ്ങൾക്കെന്ന് പകൽ പോലെ വ്യക്തമായി. സ്വർണ്ണ കവർച്ച അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിയോഗിച്ച SITക്കെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും മാധ്യമവും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ. ചില ചാനലുകളും ആ വഴിയിൽ തന്നെയായിരുന്നു. അത്തരം കള്ളവാർത്തകൾക്ക് പിന്നാലെ പ്രതിപക്ഷമടക്കം സഞ്ചരിച്ചു. അവർക്കെല്ലാവർക്കുമുള്ള വ്യക്തമായ മറുപടിയാണ് ചൊവ്വാഴ്ച ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചത്. അന്വേഷണം ശാസ്ത്രീയവും നിഷ്കർഷവുമാണെന്ന് നടക്കുകയാണെന്ന് സുവ്യക്തമായ ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് SIT നേരെ നടക്കുന്നത് കുപ്രചാരണമാണെന്നും പറഞ്ഞു. SIT മുദ്രവെച്ച കവറിൽ അന്വേഷണ പുരോഗതി സമർപ്പിച്ചപ്പോഴായിരുന്നു ഈ നിരീക്ഷണം. അന്വേഷണത്തിൽ ശബരിമല ബെഞ്ച് പൂർണ്ണ തൃപ്തിയും രേഖപ്പെടുത്തി. പുതുതായി SITയിൽ ഉൾപ്പെടുത്തിയ 2 ഉദ്യോഗസ്ഥരുടെ നിയമനവും ഹൈക്കോടതി ശരിവെച്ചു. ഈ നിയമനം മറയാക്കി UDFും മാധ്യമങ്ങളും നടത്തിയ പ്രചാരണവും ഇതോടെ 8 നിലയിൽ പൊട്ടി. അന്വേഷണ സംഘത്തിനുമേൽ മാധ്യമങ്ങൾ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുന്നതെന്നും കോടതി പറഞ്ഞു. മാധ്യമ വിചാരണയിലല്ല അന്വേഷണം നടക്കേണ്ടത്. അത്തരം മാധ്യമ വിചാരണകൾ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. അതിൽ SIT പതറരുതെന്നും കോടതി പറഞ്ഞു. എന്നാൽ തങ്ങളുടെ മുഖത്തേറ്റ അടി മാധ്യമങ്ങൾ മറച്ചുവെച്ചു. ദേശാഭിമാനിയും കൈരളിയുമാണ് കോടതി പരാമർശങ്ങൾ നൽകിയത്. പകരം SIT റിപ്പോർട്ടിലെ പരാമർശങ്ങൾ മാത്രമാണ് മറ്റു മാധ്യമങ്ങൾ നൽകിയത്. അതുവഴി CPMനെ അടിക്കാനാകുമോ എന്ന് നോക്കി. ലക്ഷ്യമിട്ടത് പേരും കൊള്ള, വൻ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഗൂഢാലോചന, സന്നിധാനം വിഴുങ്ങാൻ ലക്ഷ്യമിട്ടത് വൻ കൊള്ള എന്നൊക്കെയാണ് മാധ്യമങ്ങളുടെ തലക്കെട്ട്. ED വരും ശബരിമലയ്ക്കെന്ന് മാതൃഭൂമിയും സ്വർണ്ണ തട്ടിപ്പ് കേസ് ചങ്കടിച്ച് CPM എന്ന കൗമുദിയും അച്ചു നിർത്തി. ഇതിൽ പല വിവരങ്ങളും നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പുതിയ കാര്യം ഹൈക്കോടതിയുടെ പരാമർശമാണ്. അതാണ് ഈ കൂട്ടർ വായനക്കാരിൽ നിന്നും മറച്ചുവെച്ചത്. പോറ്റി ആരുടെ സ്പോൺസർ? ശബരിമല സ്വർണ്ണമോഷണത്തിൽ അറസ്റ്റിലായ പത്മകുമാറിന്റെ രാഷ്ട്രീയം എടുത്തു പറയുന്ന മാധ്യമങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധം എന്തുകൊണ്ട് പറഞ്ഞിരുന്നില്ല? പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും സ്വർണ്ണ കവർച്ചയ്ക്ക് ഗൂഢാലോചന നടത്തിയെന്നാണ് SIT നൽകിയ റിപ്പോർട്ടിലുള്ളത്. ശബരിമല ശ്രീകോവിലിന്റെ മറ്റ് സ്വർണ്ണപ്പാളികൾ കവരാനും ഇവർ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നിട്ടും പോറ്റിയുമായി സോണിയ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കുള്ള ബന്ധം മറച്ചുവെക്കുന്നു. 2 തവണയാണ് പോറ്റിയും ഗോവർദ്ധനും സോണിയെ സന്ദർശിച്ചത്. ഉപഹാരവും നൽകി. പോറ്റി സോണിയുടെ കയ്യിൽ എന്തോ കെട്ടുന്നുമുണ്ട്. കൂടെ അടൂർ പ്രകാശും ആന്റണിയുമുണ്ട്. ഇവർ തമ്മിലുള്ള രഹസ്യബന്ധവും ഇപ്പോഴും ചുരുൾ നിവരാനുണ്ട്. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും കോൺഗ്രസ് ആണ്. എന്നിട്ടും ആ രാഷ്ട്രീയ ബന്ധം മനോരമ അടക്കം മറച്ചുവെക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു കേരളീയരെയും വേണ്ട എന്ന വിവാദ പരാമർശത്തിന് പിന്നാലെ വിശദീകരണവുമായി കർണാടക ഉപമുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമായ DK ശിവകുമാർ. തന്റെ പരാമർശം കർണാടകയിലെ കാര്യങ്ങളിൽ കേരള സർക്കാരിന്റെ ഇടപെടൽ സംബന്ധിച്ചായിരുന്നുവെന്നും കേരളത്തിലെ ജനങ്ങൾക്കെതിരെ അല്ലെന്നും ശിവകുമാർ പറഞ്ഞു. BJP കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ശിവകുമാർ രൂക്ഷ വിമർശനം നടത്തി. തന്റെ പ്രസ്താവന വളച്ചൊടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളീയരുമായുള്ള തന്റെ ബന്ധം സംബന്ധിച്ചും ശിവകുമാർ
വാചാലനായി. ഞാനും കേരളക്കാരും തമ്മിൽ സൗഹൃദപരമായ ബന്ധമുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ്. എനിക്ക് അവരോട് ബഹുമാനവുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഞാൻ അവിടെ എത്തും. നമ്മുടെ സർക്കാർ അവിടെ രൂപീകരിക്കപ്പെടും. BJP ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, ശിവകുമാർ പറഞ്ഞു. യഹങ്കലിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ തർക്കത്തിനിടെയായിരുന്നു DK ശിവകുമാർ വിവാദ പരാമർശം നടത്തിയത്. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റും നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴായിരുന്നു ശിവകുമാറിന്റെ പ്രതികരണം. വിഷയത്തിൽ കേരളത്തിന്റെ പങ്ക് സംബന്ധിച്ച ഒരു റിപ്പോർട്ടർ ചോദ്യം ഉന്നയിച്ചപ്പോൾ ശിവകുമാറിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ഒരു കേരളീയരെയും ആവശ്യമില്ല. നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. ഇത് കേരള വിരുദ്ധ പരാമർശമായി വിവാദം ഉയർന്നതോടെയാണ് വിശദീകരണവുമായി ശിവകുമാർ രംഗത്തെത്തിയത്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആവേശം വാനോളമുയർത്തി സ്വർണ്ണക്കപ്പിന്റെ പ്രയാണത്തിന് തുടക്കം. കാസർഗോഡ് നിന്നും മെഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് തുടക്കം. മഞ്ചേശ്വരം MLA KM ആഷ്പരിഷ്ക ഭവൻ ജോയിന്റ് കമ്മീഷണർ ഗിരീഷ് ചോലിനാണ് കൈമാറി ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിലൂടെ പ്രയാണം നടത്തി സ്വർണ്ണക്കപ്പ് 13-ന് കലോത്സവ വേദിയായ തൃശൂരിലെത്തിക്കും. 117 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പിന് വിവിധ ജില്ലകളിലെ 36 കേന്ദ്രങ്ങളിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. പോലീസ് സുരക്ഷയിൽ തുറന്ന വാഹനത്തിലാണ് സ്വർണ്ണക്കപ്പ് പൊതുജനങ്ങൾക്ക് കാണാനായി പ്രദർശിപ്പിക്കുന്നത്. ഓരോ ദിവസത്തെയും പ്രയാണം അവസാനിക്കുന്ന ഇടങ്ങളിലെ സബ് ട്രഷറികളിൽ കപ്പ് സൂക്ഷിക്കുക. സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് 13-ന് വൈകിട്ട് 3:30-ന് തൃശൂർ ടൗൺ ഹാളിൽ വരവേൽപ്പ് നൽകും. SPC, NCC, NSS തുടങ്ങിയ 1000-ഓളം സന്നദ്ധ സേനാംഗങ്ങൾ ഘോഷയാത്രയിൽ അണിനിരക്കും. അന്നേ ദിവസം കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന ആദ്യ ബാച്ചിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകും. കുട്ടികൾ ഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ പരാതികളുണ്ടെങ്കിൽ അറിയിക്കാനായി ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കും. അറിവിന്റെയും സംവാദങ്ങളുടെയും പുതിയ വാതായനങ്ങൾ തുറന്നു 4ാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തുടക്കം. നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്പീക്കർ N ഷംസീർ അധ്യക്ഷനായി. നിയമസഭാ പുരസ്കാരം NSS മാധവിന് മുഖ്യമന്ത്രി സമർപ്പിച്ചു. ബുക്കർ പുരസ്കാര ജേതാവ് ബാനു മുഷ്താബ് മുഖ്യ അതിഥിയായി. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ക്രിസ്റ്റഫർ K കലീല മുഖ്യ പ്രഭാഷണം നടത്തി. T പത്മനാഭൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാരായ V ശിവൻകുട്ടി, രാമചന്ദ്രൻ കടന്നപ്പള്ളി, ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, കളക്ടർ അനുകുമാരി എന്നിവർ സംസാരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ CTM ഗോപകുമാർ സ്വാഗതം, നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. രാവിലെ പഞ്ചാരി മേളത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് സ്റ്റാളുകളുടെ ഉദ്ഘാടനവും സ്പീക്കർ N ഷംസീറും ഡെപ്യൂട്ടി സ്പീക്കർ CTM ഗോപകുമാറും നിർവഹിച്ചു. കൈലാസം ഡാൻസ് സ്കൂളിന്റെ നൃത്താവിഷ്കാരം ചടങ്ങിന് മിഴിവേകി. അശ്വമേധം ക്യാമ്പയിൻ 7ാം ഘട്ടം ജില്ലയിൽ ആരംഭിച്ചു. കുഷ്ഠരോഗം സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അശ്വമേധം ക്യാമ്പയിന്റെ 7ാം ഘട്ടം ജില്ലയിൽ ആരംഭിച്ചു. ജനുവരി 20 വരെ 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന രോഗനിർണയ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. സമൂഹത്തിൽ അറിയപ്പെടാതെ പോകുന്ന രോഗികളെ നേരിട്ടുള്ള ഭവന സന്ദർശനത്തിലൂടെ കണ്ടെത്തി അവർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MK ഷാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ രേഖ KT ദിനാചരണ സന്ദേശം നൽകി. കുഷ്ഠരോഗം സംബന്ധിച്ച പോസ്റ്റർ പ്രകാശനവും അശ്വമേധം സെൽഫി കോർണർ ഉദ്ഘാടനവും നടന്നു. ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനിൽകുമാർ, GRCH ഓഫീസർ ഡോക്ടർ G അശ്വിൻ, അസിസ്റ്റന്റ് ലേ പ്രസിഡന്റ് ഓഫീസർ MP മുരളി, ജില്ലാ നഴ്സിംഗ് ഓഫീസർ P വിനോദിനി, ജില്ലാ ആശുപത്രി അഡീഷണൽ ലേ സെക്രട്ടറി K സജിത്, ചീഫ് നഴ്സിംഗ് ഓഫീസർ T ഇന്ദിര, സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി C പ്രമോദ് കുമാർ, ജില്ലാ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ D സുധീഷ് എന്നിവർ സംസാരിച്ചു. പോസ്റ്റർ രചന മത്സരവും കടലോര നടത്തവും സംഘടിപ്പിച്ചു. സംസ്ഥാന ഫിഷറീസ് മാനേജ്മെന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ
പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൂലമുള്ള സമുദ്ര മലിനീകരണം തടയുക, കടലിനെ സംരക്ഷിക്കുക എന്ന വിഷയത്തിൽ പോസ്റ്റർ രചനാ മത്സരവും കടലോര നടത്തവും സംഘടിപ്പിച്ചു. അഴീക്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ, കണ്ണൂർ സിറ്റി HSS എന്നിവിടങ്ങളിലെ 7, 8, 9 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കടലോര നടത്തത്തിന് കണ്ണൂർ ശ്രീനാരായണ കോളേജ്, കണ്ണൂർ കൃഷ്ണമേനോൻ ഗവൺമെന്റ് വനിതാ കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി. തുടർന്ന് കടലിനെയും കടൽ വിഭവങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിദ്യാർത്ഥികൾ ക്ലാസ് എടുത്തു. അഴീക്കോട് കണ്ണൂർ മത്സ്യഭവൻ പരിധിയിൽ നടത്തിയ പരിപാടിയിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ അരുൺ സുരേഷ്, TK രജീഷ്, HM ഇൻചാർജ് സത്താർ മാസ്റ്റർ, സൈക്കോളജി കൗൺസിൽ സുരഭി സഗാർ മിത്ര, പ്രൊമോട്ടർമാർ, അധ്യാപകർമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം പരിശീലന പരിപാടി സംസ്ഥാനത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ചെറുതായം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തുകളിലെ കർമ്മസമിതി അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. നവകേരളം ഘട്ടം ഘട്ടമായി എന്ന ആശയത്തിലൂന്നി 25 വർഷങ്ങൾക്കപ്പുറമുള്ള കേരളം എന്ന സ്വപ്നം ഇപ്പോൾ തന്നെ യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെ 5 ഗവൺമെന്റ് സ്കൂളിൽ 4 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുഞ്ഞിമംഗലം സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി ആദ്യവാരത്തിൽ ഉണ്ടാകും. ചെറുകുന്ന് ഗവൺമെന്റ് LP സ്കൂളിൽ 4.25 കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും MLA പറഞ്ഞു. നവകേരളം ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജനങ്ങളിൽ നിന്നും സമാഹരിക്കുക, ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള അഭിപ്രായങ്ങൾ പഠിക്കുക, വികസന ക്ഷേമ പരിപാടികൾ എല്ലാ പ്രദേശങ്ങളിലും ആവശ്യകത അനുസരിച്ച് ലഭ്യമായോ എന്ന കാര്യത്തിൽ അഭിപ്രായം തേടുക, പുതിയ തൊഴിൽ വികസന പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ ജനകീയ അഭിപ്രായം രൂപീകരിക്കുക എന്നിവയാണ് നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടിയുടെ ലക്ഷ്യങ്ങൾ. വീടുകൾ, തൊഴിൽശാലകൾ, കൃഷിയിടങ്ങൾ, ഫ്ളാറ്റുകൾ, വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലകൾ, പൊതു ഇടങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും കർമ്മസേനാംഗങ്ങൾ സന്ദർശിച്ച് അഭിപ്രായങ്ങൾ ശേഖരിക്കും. ചെറുതായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനു മോഹനൻ അധ്യക്ഷനായി. ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ NCB, കല്യാശ്ശേരി മണ്ഡലം ചാർജ് ഓഫീസർ ഡോക്ടർ ഷഹീർ മുഹമ്മദ്, RPമാരായ TK ദിവാകരൻ, C സത്യാനന്ദൻ, VV ബാലകൃഷ്ണൻ, സഫ്വാൻ ഷാൻ, ഷിഷിത് V രാജൻ എന്നിവർ പങ്കെടുത്തു. 24 വർഷമായി ഒളിവിൽ നിരവധി മോഷണ കേസിലെ പ്രതിയെ തലശ്ശേരി പോലീസ് പിടികൂടി. കേരളത്തിലുടനീളം നിരവധി വാഹന മോഷണങ്ങളും കേസുമായി പ്രതിയായി വയനാട് സ്വദേശിയായ 24 വർഷമായി ഒളിവിൽ നിരവധി മോഷണ കേസിലെ പ്രതിയെ തലശ്ശേരി പോലീസ് പിടികൂടി. കേരളത്തിലുടനീളം നിരവധി വാഹന മോഷണ കേസുകളിലെ പ്രതിയായ വയനാട് സ്വദേശിയെ തലശ്ശേരി പോലീസ് പിടികൂടി. ചേലാമ്പ്ര ബാങ്ക് കവർച്ച കേസിലെ പ്രതി കൂടിയായ സൈനുദ്ദീനെ വയനാട്ടിലെ കൽപ്പറ്റയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ 24 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത വാഹനമോഷണ കേസിലാണ് ഇയാളെ പിടികൂടിയത്. മലപ്പുറം ജില്ലയിലെ ചേലാമ്പ്ര ബാങ്ക് കവർച്ച കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് സൈനുദ്ദീൻ. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ 24ഓളം കേസുകളും ഇയാൾക്കെതിരെയുണ്ട്. തലശ്ശേരി ഇൻസ്പെക്ടർ ബിജു പ്രകാശിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ നീക്കത്തിലാണ് പ്രതി വലയിലായത്. തലശ്ശേരി SI സൈഫുദ്ദീൻ, MTP സീനിയർ സിവിൽ പോലീസ് ഓഫീസർ AK സതീഷ്, സിവിൽ പോലീസ് ഓഫീസർ K ലജീഷ് എന്നിവരടങ്ങിയ സംഘമാണ് വയനാട്ടിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ VK ഇബ്രാഹിം കുഞ്ഞിന് അന്ത്യാഞ്ജലി. മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി ഔദ്യോഗിക ബഹുമതികളോടെ ആലങ്ങാട് ജുമാ മസ്ജിദിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. മന്ത്രി P രാജീവ്, EP ജയരാജൻ, MPമാരായ PK കുഞ്ഞാലിക്കുട്ടി, ഹൈബി ഈഡൻ, സൗദ് കലി,
സാദിഖ് അലി തങ്ങൾ, മുനവർ അലി തങ്ങൾ തുടങ്ങിയ മുസ്ലിം ലീഗ് നേതാക്കളും UDF നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലയിലെ കോങ്ങോർപിള്ളയിൽ VU ഖാദറിന്റെയും ചിത്തൂമ്മയുടെയും മകനായി 1952 മെയ് 20-നാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ ജനനം. മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSF-ലൂടെ പൊതുരംഗത്തേക്കെത്തി. പിന്നീട് യൂത്ത് ലീഗ്, എറണാകുളം ജില്ലാ മുസ്ലിം ലീഗ് എന്നിവയുടെ ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 4 തവണ തുടർച്ചയായി MLA-യും 2 തവണ മന്ത്രിയുമായിട്ടുണ്ട്. 2001-ലും 2006-ലും മട്ടാഞ്ചേരിയിൽ നിന്നും 2011-ലും 2016-ലും കളമശ്ശേരിയിൽ നിന്നും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മട്ടാഞ്ചേരി നിയോജക മണ്ഡലത്തിന്റെ അവസാന MLA-യും കളമശ്ശേരി എന്ന പുതിയ മണ്ഡലത്തിന്റെ പ്രഥമ ജനപ്രതിനിധിയുമാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ രാജിയെ തുടർന്ന് 2005 ജനുവരിയിൽ വ്യവസായ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചു. 2006 മെയ് വരെ ആ സ്ഥാനത്ത് തുടർന്നു. 2011 മുതൽ 2016 വരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചു. വിദേശത്ത് നിന്നും പുനർജനി പദ്ധതിക്കായി അനധികൃതമായി പണം പിരിച്ചതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കൂടുതൽ തെളിവ്. ഫണ്ട് പിരിക്കാൻ VD സതീശൻ UK-യിൽ പോയത് കൃത്യമായ പ്ലാനോടെയെന്ന് വിജിലൻസ് കണ്ടെത്തി. CBI അന്വേഷണത്തിൽ ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ടിലാണ് വിജിലൻസ് ഈ കാര്യം വ്യക്തമാക്കിയത്. സതീശന്റെ UK യാത്രയിൽ വലിയ ക്രമക്കേടാണ് വിജിലൻസ് കണ്ടെത്തിയത്. സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമാണ് VD സതീശൻ UK-യിലേക്ക് പോകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയത്. യാത്രയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നൽകിയ പൊളിറ്റിക്കൽ ക്ലിയറൻസിൽ ഇക്കാര്യം വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിയമസഭാ സെക്രട്ടറി VD സതീശന്റെ UK യാത്രയ്ക്കായി NOC നൽകിയതും സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രധാനമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമാണ്. മലയാളികൾക്കായി UK-യിൽ നടത്തിയ പരിപാടിയിൽ VD സതീശൻ പങ്കെടുത്ത ഓരോരുത്തരോടും 500 പൗണ്ട് വീതം സംഭാവന ആവശ്യപ്പെടുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ഇത് FCRA നിയമനത്തിന്റെ സെക്ഷൻ 3 കൃത്യമായ ലംഘനമാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ സതീശന്റെ UK യാത്രയ്ക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രണവും വിദേശ ഫണ്ട് കേരളത്തിലെത്തിക്കാനുള്ള ഗൂഢാലോചനയും നടന്നതാണെന്ന് വിജിലൻസ് കണ്ടെത്തിയത്. പറവൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ പുനർജനി പദ്ധതിയുടെ മറവിലാണ് UK-യിൽ നിന്നും VD സതീശൻ പണം ശേഖരിക്കാൻ ഇടപെട്ടത്. എന്നാൽ വിദേശ നാണയ വിനിമയ ചട്ടം പാലിച്ചില്ല. മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന NGO-യുടെ അക്കൗണ്ട് വഴിയാണ് പണം എത്തിച്ചത്. ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയ വിജിലൻസ് VD സതീശൻ, മണപ്പാട്ട് ഫൗണ്ടേഷൻ, അതിന്റെ ചെയർമാൻ അമീർ അഹമ്മദ് എന്നിവർക്കെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുകയാണ്. VD സതീശൻ MLA സ്ഥാനം ദുരുപയോഗം ചെയ്ത് പണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദുമായി ഗൂഢാലോചന നടത്തിയാണ് UK-യിൽ പോയതും വിദേശ ഫണ്ട് സ്വരൂപിച്ചതും എന്നാണ് വിജിലൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. നീറ്റ് ജലാറ്റിൻ കമ്പനിയുടെ CSR ഫണ്ട് പുനർജനി പദ്ധതിക്കായി ദുരുപയോഗം ചെയ്തതായിട്ടും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ടാവും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.